അങ്ങനെ ശരണ്യയും ബിഗ് ബോസിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഗാർഡൻ ഏരിയയിൽ ഒരു വൈക്കോലിൻ്റെ തുറു ഉണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ ആണ് ശരണ്യ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും പോയിട്ട് ശരണ്യനെ കണ്ടുപിടിക്കുന്നു. ബ്ലൈൻഡ് സെറ്റപ്പ് തന്നെ പറഞ്ഞു എല്ലാവരും ശരണ്യ തന്നെ ആയിരിക്കും എന്നുള്ളത്. ഇങ്ങനെ ശരണ്യ വരുന്നു, എല്ലാവരോടും സംസാരിക്കുന്നു. ശരണ്യയും അപ്സരയും തമ്മിൽ നല്ല ടേംസിലെല്ലാം തോന്നുന്നു. അതിൽ ശ്രീതുവും ശരണ്യയും കൂടെ ആദ്യം ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം ശരണ്യ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട്, എനിക്ക് ഇവിടുന്ന് നല്ല മെമ്മറീസ് തന്ന, സന്തോഷം തന്നിട്ടുള്ള ആൾക്കാരൊക്കെ എൻ്റെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവും. അതിൽ സിജോ, ശ്രീതു, അർജുൻ ഇവരുണ്ടാവും. സങ്കടം തന്നവരെയൊക്കെ നമ്മളങ്ങ് ക്ഷമിക്കുക, ക്ഷമിച്ച് വിടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, എൻ്റെ ലൈഫ് ലോങ് സിജോ, ശ്രീതു അതേപോലെ അർജുൻ ഉണ്ടാവും എന്നുള്ളത്. എനിക്ക് ഫീൽ ചെയ്തത് ഇവർ 3 പേരും ഉണ്ടാവും എന്നുള്ളതിനെക്കാട്ടിലും അപ്സര ഇനി ഉണ്ടാവില്ല എന്നുള്ളതാണ് ശരണ്യ പറയാൻ ശ്രമിക്കുന്നതെന്ന് ഉള്ളതുപോലെയാണ്. അത് കഴിഞ്ഞിട്ട് ശ്രീതു ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതിൽ മമ്മി എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ശരണ്യ അഭിനയിക്കുന്നു ഇങ്ങനെ ഓക്കെ അല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ മമ്മിക്ക് സന്തോഷമാണോ, സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് ചോദിക്കുമ്പോൾ ശരണ്യയുടെ അഭിനയം കാണുമ്പോൾ തന്നെ അറിയാം അങ്ങനെ അല്ല എന്നുള്ളത്. അപ്പോൾ ഇത് പറയാൻ പറ്റില്ല എന്നൊക്കെ ആദ്യം ശരണ്യ പറയുന്നുണ്ട്. പിന്നെ ശരണ്യ പറയുന്നു മേ ബി, ചിലപ്പോൾ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിൽ ശ്രീതു ആകെ ഡൗൺ ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അർജുൻ വരുമ്പോഴും അർജുൻ്റെ അടുത്തും ഇത് തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഇവിടുന്ന് സന്തോഷം തന്നവരൊക്കെ എൻ്റെ കൂട്ടത്തിൽ ഉണ്ടാവും എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ജാൻമണി എല്ലാവരോടും സംസാരിക്കാൻ വേണ്ടിയിട്ട് ലിവിങ് റൂമിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ വിട്ടു എന്ന് പറഞ്ഞിട്ട് ജാൻമണി പറയാണ്, ഞാൻ സീസൺ 6 വന്നപ്പോൾ ഞാനൊരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്തല്ല വന്നിട്ടുള്ളത്. ഞാനൊരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷെ നിങ്ങളാരും ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണ് എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പെരുമാറിയിട്ടില്ല. നിങ്ങളെല്ലാവരും എന്നെ അതേപോലെ ട്രീറ്റ് ചെയ്തത് കൊണ്ട് തന്നെ പുറത്തുള്ള ഓഡിയൻസും പ്രേക്ഷകരുടെ അടുത്തേക്ക് ഞാൻ ചെന്ന സമയത്തും അവർക്കും ഞാനൊരു സാധാരണ സ്ത്രീ എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് പെരുമാറിയത്. കല്യാണം കഴിഞ്ഞോ, കുട്ടികളുണ്ടോ എന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ ജാൻമണി പറയുന്നു. അതിൽ എല്ലാവരോടും താങ്ക്സ് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ശരണ്യ വന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ശരണ്യയും പറയുന്നത് ശരണ്യക്കൊരു ചാക്കോച്ചിൻ്റെ ഒരു മൂവിയിൽ സൈൻ ആയിട്ടുണ്ട് എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ടും പറയുന്നത് ഇവിടുന്ന് സന്തോഷം തന്നവരെയൊക്കെ നമ്മുടെ ലൈഫ് ലോങ് കൂടെ നിർത്തുക, സങ്കടം തന്നവരെയൊക്കെ നമ്മൾ ക്ഷമിച്ച്, ഇവിടെ 3 ദിവസം കൂടല്ലേ ഉള്ളൂ, ഇവിടെ അങ്ങനെ ഒത്തൊരുമയോടെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ശരണ്യ സംസാരിക്കുന്നുണ്ട്. ഫുൾ പോസിറ്റീവായിരിക്കുക, ഫുൾ ചില്ലാവുക എന്നൊക്കെ പറഞ്ഞിട്ട് ശരണ്യെ സംസാരിക്കുന്നുണ്ട്. ഏതായാലും ശ്രീതുവിൻ്റെ അമ്മ ഈ കോമ്പോൻ്റെ കാര്യത്തിൽ വീണ്ടും കലിപ്പാണ് എന്നുള്ളതാണ് ശരണ്യയിലൂടെ വീണ്ടും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേപോലെ 2-3 ദിവസമായിട്ട് ശ്രീതുവിന് അർജുനെ നല്ല സംശയമാണ്. അർജുൻ ഫേക്ക് ആണോ, ഇവിടെ കാണിക്കുന്നതൊക്കെ ഡ്രാമയാണോ, അഭിനയമാണോ എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ. കുറച്ച് മുമ്പും അർജുനും ശ്രീതുവും കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോഴത്തേക്കിനും ഇത് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, ഞാനിവിടെ എൻ്റെ എല്ലാ മാക്സിമം ഇമോഷൻസും ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടുകാരുടെ അടുത്ത് പോലും ഞാൻ ഇത്ര ഓപ്പൺ ആയിട്ട് എൻ്റെ ഇമോഷൻസ് ഒന്നും കാണിച്ചിട്ടില്ല എന്നൊക്കെ. എന്നിട്ടും ശ്രീതുവിന് അങ്ങോട്ട് സംശയം മാറുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ ജാൻമണി ആയിട്ടുള്ള ഇഷ്യൂ എന്താണെന്ന് അർജുനോട് ശ്രീതു ചോദിച്ചിരുന്നല്ലോ. അതിൽ അർജുൻ കൊടുത്ത മറുപടിയിൽ ശ്രീതു സാറ്റിസ്ഫൈഡ് അല്ലാന്ന് തോന്നുന്നു. അപ്പം തുടങ്ങിയിട്ടുള്ളതാണ് ഒരു സംശയം ശ്രീതുവിന്. പിന്നെ ലൈവിൽ എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വന്നവർ തമ്മിൽ കളിക്കുന്ന കുറച്ച് ഗെയിം കാണാനായിട്ട് രസമുണ്ട്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി സംസാരിക്കുന്നതും ഓരോ പറച്ചിലും ഒക്കെ കേൾക്കുമ്പോഴത്തേക്കിനും അത് ഈ അഭിഷേകും അർജുനും കൂടെ പറയുന്നുണ്ടായിരുന്നു, മിക്കവാറും റീ എൻട്രി ചെയ്തവർ തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ട് നമ്മൾ പിടിച്ചു മാറ്റേണ്ട അവസ്ഥയായിരിക്കും എന്ന്. കാരണം അവിടെ നിൽക്കുന്ന ഈ ടോപ്പ് 6 ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഗെയിമൊന്നുമില്ല, അവരിങ്ങനെ ഈ താളത്തിനകത്ത് പോകുന്നു എന്നുള്ളതാണ്. വന്നവരാണ് പിന്നെയും കുറച്ചും കൂടെ നമുക്ക് കാണാനായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് കണ്ടന്റുകളൊക്കെ തരുന്നത്. പിന്നെ എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ ശ്രീതു എവിക്റ്റായി എന്നുള്ളത് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ശരിയാണോ എന്നുള്ളത് അറിയില്ല. പക്ഷേ യൂട്യൂബിലൊക്കെ ഓൾമോസ്റ്റ് ഈ റിവ്യൂ ചെയ്യുന്ന ടോപ്പിൽ നിൽക്കുന്ന ചാനൽസിലൊക്കെ വന്നിട്ടുണ്ട് ശ്രീതു എവിക്റ്റായി എന്നുള്ള കാര്യം. അങ്ങനെ ശ്രീതു എവിക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അർജുൻ വിൻ ചെയ്യാനുള്ളൊരു പോസിബിലിറ്റീസ് കൂടുതലാണ്. കാരണം കുറേ ആൾക്കാർക്കെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു കോംബോയാണ് ഈ അർജുൻ്റെയും ശ്രീതുവിൻ്റെയും. അപ്പോൾ ഈ കോംബോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിൽ ഇപ്പോൾ ശ്രീതു ഔട്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നെ അർജുനായിരിക്കാം ആ വോട്ട് മുഴുവനും വരുന്നത്. ഇവരുടെ കോംബോൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസൺ 6 ഒരുപാട് കോംബോസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും മറ്റ് വന്നിട്ടുള്ള എല്ലാ കോംബോസും, ഇപ്പം നമ്മുടെ ജബ്രി കോംബോ ആയാലും അതേപോലെ സിജോ, സായി, നന്ദന അവരുടെ ഇതായെന്നുണ്ടെങ്കിലും, അതേപോലെ നമ്മുടെ ഋഷി, അൻസിബേൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ഇവർ ഓവറാക്കി കളഞ്ഞു. അത് ഏത് കാര്യത്തിനാണെങ്കിലും നമ്മൾ ഈ ആവർത്തന വിരസത എന്ന് പറയില്ലേ പ്രേക്ഷകർക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, പരദൂഷണമാണെങ്കിൽ അങ്ങേ അറ്റം പരദൂഷണം, ക്രിഞ്ചാണെങ്കിൽ അങ്ങേ അറ്റം ക്രിഞ്ച്, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു പരിധിക്കപ്പുറം ഇവർ ആക്ട് ചെയ്ത് നമ്മളെ വെറുപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. എല്ലാത്തിലും ഒരു പരിധി ഉണ്ടായിരുന്നു. ഓവർ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇവർ പരസ്പരം കാണിച്ചിട്ടില്ല. ഒരു പരിധിക്കപ്പുറം ഇരുന്ന് സംസാരിച്ച് നമ്മളെ വെറുപ്പിക്കുന്നതായിട്ട് കാണിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ കുറേ ആൾക്കാർക്ക് ഇവരുടെ കോംബോസ് ഇഷ്ടപ്പെടുന്നവരുണ്ട്.
ഇവരിൽ ആരെങ്കിലും ഒരാൾ ഔട്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റൊരാൾക്ക് അയാളുടെ വോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അർജുനാണെങ്കിൽ കുറച്ച് ആഴ്ചകളായിട്ട് ഇങ്ങനെ കയറി വരുന്നുമുണ്ട്, പോസിറ്റീവായിട്ട് വരുന്നുണ്ടായിരുന്നു. അർജുനെതിരെ ഒരുപാട് ഡീഗ്രേഡിങ് അനാവശ്യമായിട്ടുള്ള രീതിയിലുണ്ട്. അതും കൂടെ പറയണമെന്നുണ്ടല്ലോ. ഒരാൾ കയറി വരുന്നു എന്ന് കാണുമ്പോഴത്തേക്കിനും സീസൺ 6 തുടക്കം മുതലേ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ഒരാൾ കയറി വരുന്നു എന്ന് കാണുമ്പോഴത്തേക്കിനും അയാളെ അടിച്ചിരുത്താനായിട്ടുള്ള ഡീഗ്രേഡിങ് എന്നുള്ളൊരു സംഭവം. അതിപ്പോൾ ലാസ്റ്റായിട്ട് അർജുൻ്റെ നേർക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു പരിധിക്കപ്പുറമാണ്. ഒരാളുടെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തി അയാളെ എന്താ പറയുക പരമാവധി നശിപ്പിച്ച് കളയാന്നുള്ള, എങ്ങനെ നശിപ്പിച്ചിട്ടാണേലും കാര്യമില്ല, അവർക്ക് PR കൊടുത്തിരിക്കുന്ന ആൾ എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി എന്നുള്ളൊരു മൈൻഡാണ്. ഏതായാലും അത്യാവശ്യം നല്ല രീതിയിൽ അർജുനും വോട്ടുണ്ട്. ഇപ്പം യൂട്യൂബ് പോളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജിൻഡോയാണ് മേളിൽ നിൽക്കുന്നതെങ്കിലും വലിയൊരു വ്യത്യാസം ഈ വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ വരും എന്നുള്ളത് എനിക്കും തോന്നുന്നില്ല. കാരണം ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അർജുൻ മേളിലേക്ക് വരും എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഓരോ റിവ്യൂ ചാനൽസും ഇപ്പോൾ ജിൻഡോയിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അവർ കൂടുതൽ വീഡിയോസും ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ യൂട്യൂബ് പോളിൽ ഉറപ്പായിട്ടും ജിൻഡോ തന്നെ ആയിരിക്കും മേളിൽ വരിക. അതല്ല ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അവരുടെ മെജോറിറ്റിയും വീഡിയോസ് വരുന്നുണ്ടെങ്കിൽ ജാസ്മിൻ ആയിരിക്കും അവരുടെ പോളിൽ വോട്ട് കൂടുതലായിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് ജെനുവിനായിട്ട് ഈ യൂട്യൂബ് പോളിൽ കാണുന്നത് എക്സാക്റ്റ് ആയിട്ട് അതേപോലെ നടക്കും എന്നുള്ളത് പറയാനായിട്ട് കഴിയില്ല. പക്ഷെ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്, അതും ഇല്ലയെന്ന് പറയണില്ല. പക്ഷേ എന്നാലും എനിക്ക് ഫീൽ ചെയ്യുന്നത് അർജുൻ ഒരു പക്ഷേ വിൻ ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്.